ഫൈനൽ ആർഗ്യുമെന്റിലേക്ക് വീണ്ടും. തലസ്ഥാനത്ത് ED പ്രതിഷേധവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ചിലരുടെ വീടുകൾ മുൻ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. അതിൽ പലരുടെയും വീടുകളിലെ പരിതാപകരമായ അവസ്ഥയാണ് വിമർശനങ്ങൾക്കിടയാക്കിയത്. പലരും പാവങ്ങളായ ചെറുപ്പക്കാരാണെന്നും അവരുടെ ഭാവി ഇല്ലാതാക്കി അടിമകളാക്കി പാർട്ടി വളർത്തുകയാണെന്നുമാണ് വിമർശനം. പാവങ്ങളെ ജയിലിലടച്ചപ്പോൾ അവരെ അക്രമത്തിനിറക്കിവിട്ട ഉന്നത നേതാക്കൾക്കെതിരെ ഒരു നടപടിയില്ലെന്നും സൈബർ വിമർശനങ്ങളുണ്ട്. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം രാജ്യത്തിനെതിരായ ആക്രമണം എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇവരെ തിഹാർ ജയിലിൽ വരെ അടച്ചേക്കുമെന്ന അഭിപ്രായങ്ങൾ കൂടി സൈബർ സ്പേസിൽ നിന്ന് ഉയരുന്നുണ്ട്. പിടിയിലായവരുടെ പുറത്തിറങ്ങൽ അസാധ്യമായിരിക്കുമോ? അവരുടെ ഭാവി ഇല്ലാതായോ? നോക്കാം. രാഹുൽ, എന്താണ് തോന്നുന്നത്? ഈ കേസും ഈ കോടതി നടപടികളും കോടതി നിരീക്ഷണവും ഒക്കെ കാണുമ്പോൾ ഈ പ്രതികൾക്ക് ഇനി പുറത്തിറങ്ങൽ നടക്കാത്ത ഒരു കാര്യമായിരിക്കുമോ? അതങ്ങനെ ഒരു കാലത്തും ജാമ്യം കിട്ടാത്ത ഒരു ഗുരുതരമായ കുറ്റമാണോ? എനിക്കറിയില്ല. കേരളത്തിലാണ് ഈ കേസ് നടക്കുന്നത്. വധശ്രമത്തിനുള്ള കേസുള്ള ഒരുപാട് കേസുകളുണ്ട്. കേരളത്തിലാണ് ഈ കേസ് നടക്കുന്നത്. തിരുവനന്തപുരത്താണ്. അങ്ങനെ തീഹാർ ജയിലിൽ പോകുന്നത് എങ്ങനെയാണ്? കേന്ദ്ര ഏജൻസി അവിടെ വന്നു എന്നുകൊണ്ട് ഇവരെല്ലാം നേരെ തീഹാർ ജയിലിൽ കൊണ്ടുപോയി അടയ്ക്കാൻ പോകുന്നു. കേന്ദ്രം എന്തോ ഇന്ത്യയിൽ എവിടെ ഇല്ലാത്ത ഒരു നിയമം കേന്ദ്രത്തിന്റെ കയ്യിൽ പ്രത്യേകമായി ഉണ്ട്, അതുകൊണ്ട് തീരാൻ പോകുന്നു. ഇതൊക്കെ ആരാണ്? കുറെ വലതുപക്ഷക്കാർ കിടന്ന് ബഹളം വെക്കുന്നതാണ്. അതായത് ഈ കേസിൽ കേരള പോലീസിനെ വേണേൽ ആക്രമിക്കാം, മുഖ്യമന്ത്രി ആക്രമിക്കാം, പക്ഷേ കേന്ദ്ര ഏജൻസി ആക്രമിക്കുക അതെന്തോ ഒരു വലിയ സാധനമാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി ജയിലിൽ പോകാൻ പോകുന്നു. അങ്ങനെയല്ല, ആരെ ആക്രമിച്ചാലും ഒരേ കേസാണ്. പിന്നെ തൊഴിൽ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വകുപ്പാണ്. ആ വകുപ്പിന്മേൽ ജാമ്യം കിട്ടാൻ കുറച്ച് പാടായിരിക്കും. പിന്നെ ഒരു നിയമ സംവിധാനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് കോടതിയെയും പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് കർശന നടപടിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്തേക്കാം. അതിനപ്പുറത്തേക്ക് ഈ കേസ് മാത്രം ഒരു തിഹാർ ജയിൽ കേസായിട്ടൊക്കെ കാണുന്നതിൽ എനിക്ക് പ്രശ്നം തോന്നുന്നുണ്ട്. ആ കേസിൽ നിയമപരമായിട്ട് തെറ്റാണ് അവർ ചെയ്തിട്ടുള്ളത്. അതിന്മേലുള്ള നടപടി നടക്കും. അവർക്ക് ജയിലിൽ പോകേണ്ടി വരും. ഒരു കാലത്തും പുറം ലോകം കാണാൻ കഴിയാത്ത വിധമുള്ള തെറ്റിയതെന്നൊക്കെ പറയുന്നത് എന്താണ്? CPM-ന്റെ ശത്രുക്കളായ മനുഷ്യർ, വലതുപക്ഷത്തിന്റെ ആഘോഷക്കാർ, സ്റ്റേറ്റിനെതിരെ നിങ്ങൾ സമരം ചെയ്യുന്നു, സ്റ്റേറ്റിനെ വിമർശിക്കുന്നു, സ്റ്റേറ്റ് ഏജൻസീസിനെതിരെ ശബ്ദം ഉയർത്തുന്നു, അങ്ങനെയാണെങ്കിൽ നിന്നെ ഒന്നും പുറലോകം കാണിക്കില്ല എന്ന് പറഞ്ഞ ഒരുതരം റൈറ്റ് വിങ് മൂഡാണ് അത്. പിന്നെ സമരം ചെയ്ത ആളുകളുടെ വീട് കുറച്ച് മോശം പരിസ്ഥിതിയിലുള്ളതാണ്. അങ്ങനെ നോക്കിയാൽ ഈ രാജ്യത്ത് അയാളുടെ മാത്രമല്ല, ലോകത്ത് ഒരുപാട് പേരുടെ വീട്, രാജ്യത്ത് ഒരുപാട് പേരുടെ, കേരളത്തിൽ ഒരുപാട് പേരുടെ വീട് മോശം പരിസ്ഥിതിയിലുള്ള ഒന്നാണ്. അപ്പോൾ നേതാക്കളെല്ലാവരും സുഖിച്ചു വാഴുകയാണ്. ഈ പ്രവർത്തകരാണ് ഇങ്ങനെ ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ദുഃഖത്തിലും പ്രയാസത്തിലുമുള്ള മോശം വീട്ടിലുള്ള ആളുകൾക്ക് രാഷ്ട്രീയം പാടില്ലേ? അവരെല്ലാവരും പണിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. എന്താണ് ആ ലോജിക്ക്? എന്താണ്? എൻ്റെ വീട് ഭയങ്കരമായ ദാരിദ്ര്യമുള്ള ഒന്നാണ്, ഞാൻ പണിക്ക് പോകുന്നുണ്ട്, എനിക്ക് അതിൻ്റെ കൂടെ രാഷ്ട്രീയവും വേണം, എനിക്ക് എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ചിലപ്പോൾ സമരം ചെയ്തെന്ന് വരും, തല്ലുകൊണ്ടുവന്ന് വരും, അതിൻ്റെ പേര് ജയിലിൽ പോകേണ്ടി വരും. അപ്പം പാടില്ല. അപ്പോൾ എൻ്റെ വീട് മോശം കാലാവസ്ഥയിലുള്ളതായതുകൊണ്ട് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ, എനിക്ക് രാഷ്ട്രീയവും രാഷ്ട്രീയ പ്രവർത്തനവും സമരങ്ങളും പാടില്ല എന്ന് വിധിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? പിന്നെ കുറേ പേർ നേതാക്കളായി ജനിച്ചവർ, ബാക്കിയുള്ളവർക്ക് ആ യുക്തി എന്താണ്? ഈ പറയുന്ന വി ശിവൻകുട്ടി ആയാലും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ ഏറ്റവും താഴെ തട്ടിൽ വന്നവരാണ്. പിണറായി വിജയൻ അടിയന്തരാവസ്ഥക്കാലത്തടക്കം മാരകമായിട്ടുള്ള പോലീസ് മർദ്ദനം ഏറ്റിട്ട് ഇപ്പോഴും മര്യാദയ്ക്ക് നടക്കാൻ കഴിയാത്ത ആളാണ്. അയാൾ തന്നെ മുകളിൽ നിന്ന് പൊട്ടി വീണ ആളാണ്. ഇപ്പോൾ ഇവിടെ SFIയുടെയും DYFIയുടെയും സ്ഥലപ്പത്തിരിക്കുന്ന ആളുകൾ, പിന്നീട് അതിൻ്റെ പേരിൽ MLA പദവിയും MP പദവിയും കിട്ടിയ ആളുകൾ, മന്ത്രി പദവി കിട്ടിയവർ, അവരെല്ലാവരും നേരത്തെ പൊട്ടിമുളച്ച് വന്നാണോ? അല്ലല്ലോ. അവർക്കെല്ലാവർക്കും എന്തെങ്കിലും നേതാവിൻ്റെ മകനായതുകൊണ്ട് കിട്ടിയ സീറ്റാണോ? അല്ലല്ലോ. അവരെല്ലാവരും പണിയെടുത്ത് വന്നവരാണ്. ഈ വക തല്ല എല്ലാവരും പിണറായി വിജയൻ മുതൽ ഈ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന, മുമ്പത്തെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും തല്ലുകൊണ്ടവരാണ്, തെരുവിൽ കിടന്നവരാണ്, മോശം ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്നവരാണ്, ഇപ്പോഴും മോശം ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. മന്ത്രിയായിരുന്ന ഇപ്പോൾ MP ആയിട്ടുള്ള ആലത്തൂരിലെ MP കെ രാധാകൃഷ്ണൻ, അദ്ദേഹം ഇപ്പോഴും പരിമിതമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളും പരിമിതമായ സാഹചര്യത്തിൽ നിന്ന് വന്ന ആൾക്കാരുമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വത്തുണ്ടാക്കിയതിനെ കുറിച്ചൊക്കെയുള്ള ഡിസ്കഷൻ വേറെ ആകാമെങ്കിലും ചില ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്നു. അവരുടെ നേതാക്കൾ എപ്പോഴും ദന്തഗോപുരത്തിൽ. അങ്ങനെയല്ല. പണിയെടുത്ത എല്ലാ ആൾക്കാരും, ഇപ്പോൾ CPIഎമ്മിനെ ഞാൻ പറയാം, CPIM അതിനകത്ത് പണിയെടുക്കുകയും സംഘടനയെ വളർത്തുകയും സമരം ചെയ്യുകയും തല്ലുകൊള്ളുകയും ചെയ്ത ആളുകൾ എല്ലാവരും റിവാർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആർക്കാണ് പദവികൾ കിട്ടാത്തത്? ആർക്കാണ് പാർട്ടി റിവാർഡ് ചെയ്യാത്തത്? അങ്ങനെ ഏറ്റവും നന്നായി സ്ട്രഗിൾ ചെയ്ത ആളുകളെ റിവാർഡ് ചെയ്തിട്ടുള്ള പാർട്ടി കൂടിയാണ് CPIM. അത് ചെയ്യപ്പെടാത്ത ആൾക്കാർ കൂടുതൽ മറ്റു പാർട്ടികളായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ യുക്തിയിൽ ഒരു കാര്യവുമില്ല. അയാൾ പാവപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തേണ്ടതാണ്, അതിന് ഭരണകൂടം പണിയെടുക്കേണ്ടതാണ്, അത് വേറെ കാര്യം. അല്ലാതെ ദരിദ്രൻ സമരം ചെയ്യാൻ പോവേണ്ടവനല്ല, ദരിദ്രൻ പണിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ, ദരിദ്രന് രാഷ്ട്രീയം പാടില്ല, ദരിദ്രൻ അവൻ്റെ പാർട്ടിയോട് കൂറ് പാടില്ല എന്ന് വിചാരിക്കുന്നതിൽ പ്രശ്നമുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു കാര്യമുള്ളത്, അവർ വീട്ടിൽ പോകുമ്പോൾ വീട് മോശമാണെങ്കിൽ ആ വീട് നന്നാക്കാനും എല്ലാവരുടെയും തുല്യത ഉറപ്പാക്കാനും ബെറ്റർ ലൈഫ് അന്തരീക്ഷം ഉണ്ടാക്കാനും ഒക്കെ ഉള്ള കോൺട്രിബ്യൂഷൻസ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും സർക്കാരുകളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ ആ മോശം വീട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സർക്കാർ, കഴിഞ്ഞ സർക്കാർ ചെയ്തില്ല എന്നൊക്കെ പറയല്ലോ, ഇപ്പോൾ VD സതീശനാണ് സർക്കാർ. ആ വീട് നന്നാക്കാൻ ആവശ്യമായിട്ടുള്ള പണി എന്താണോ VD സതീശൻ സർക്കാർ ചെയ്തു കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, നേതാക്കളുടെ ഉത്തരവാദിത്തമാണെങ്കിൽ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു അപ്പൊളിറ്റിക്കൽ ഡിസ്കഷനാണ് ഇതിൻ്റെ മേലെ നടക്കുന്നത്.
അതായത് കേന്ദ്ര ഏജൻസിയെയും സർക്കാരിനെയും നിങ്ങൾ വിമർശിക്കുകയോ അവർക്കെതിരെ സമരം ചെയ്യുകയോ ആ സമരം ഒരു സംഘർഷാവന്തരത്തിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ തീർന്നു നിങ്ങളുടെ ലൈഫ്. നിങ്ങൾ രാജ്യദ്രോഹികളായി മാറിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് തീഹാർ ജയിലില്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. കേരളത്തിൽ ജയിലുണ്ട്, കേരളത്തിലുണ്ട് നിയമം, സെയിം നിയമം എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ആ ആഘോഷം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റൈറ്റ് വിങ്ങിൻ്റെ ആഘോഷമാണ്. രണ്ടാമത്തേതും റൈറ്റ് വിങ്ങിൻ്റെ തിയറിയാണ്. EPM ഇപ്പോൾ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ ഇതുപോലുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. ദരിദ്രർക്കും രാഷ്ട്രീയം കൊണ്ട് നടക്കാനുള്ള അവകാശമുണ്ട്. അതിനെ നിങ്ങൾ കയറി ഈ പറഞ്ഞ സിദ്ധാന്തം കൊണ്ട് ഫേസ്ബുക്കിൽ നിന്ന് റദ്ദ് ചെയ്യരുത്. ശരി, അപ്പോൾ നൗഫ് നോക്കൂ, ഇതിനു മുൻപും ഇതുപോലെയുള്ള സമാനമായ ആക്രമണങ്ങൾ, പ്രതിഷേധങ്ങൾ, അതിനിടയിലുള്ള സംഘർഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രം കുറച്ചധികം എക്സാജറേറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, അതിലിപ്പം റാവു പറഞ്ഞതിനൊരു വലിയ ഭാഗം ഞാൻ യോജിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത, സർവകലാശാല ക്യാമ്പസുകളിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് ഗവർണർ എന്നുള്ള പുതിയ വാർത്ത വന്നിരിക്കുന്നത്. അതായത് ഈ അരാഷ്ട്രീയവാദം വലിയ രീതിയിൽ കൊടികുത്തി വാഴുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ സമയത്ത് ഇത്തരം സമരങ്ങൾ നടക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. സമരം നടത്തേണ്ടടുത്ത് സമരം നടത്തുക തന്നെ വേണം, അതിലൊരു തർക്കവുമില്ല. അത് കേന്ദ്ര ഏജൻസികൾ ചെയ്യും. നമുക്ക് ED യെക്കുറിച്ച് നമുക്കറിയാമല്ലോ. EDയുടെ അവരെടുക്കുന്ന കേസുകളിൽ കൺവിക്ഷൻ റേറ്റ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. 5000 കേസ് എടുത്തതിൽ വേഗം 5-6 കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ED എന്തിനാണ് കേസെടുക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് കേസെടുക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ സമരം അത്യന്താപേക്ഷിതമായ സ്ഥലത്ത് സമരം നടത്തണം. പക്ഷേ കഴിഞ്ഞ ദിവസം സമരം നടന്നത് എവിടെയാണ്? പിണറായി വിജയൻ്റെ വീടിന് മുന്നിലാണ്. എന്തിനാണ് പിണറായി വിജയൻ്റെ വീടിന് മുന്നിൽ സമരം നടത്തിയത്? പിണറായി വിജയനെതിരെ എന്തോ നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് സമരം. പിണറായി വിജയനെ പേടിപ്പിക്കുന്നു, പിണറായി വിജയനെ അപായപ്പെടുത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സമരം നടത്തിയത്. അങ്ങനെയാണോ ഉണ്ടായത്? അങ്ങനെയല്ല ഉണ്ടായത്. അങ്ങനെയല്ല എന്ന് ആര് പറഞ്ഞു? പിണറായി വിജയൻ തന്നെ പറഞ്ഞു. പിണറായി വിജയൻ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാം വീണയോട് ചോദിച്ചു, വീണയുടെ അക്കൗണ്ട് മരവിപ്പിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ED അന്ന് നടത്തിയ റെയ്ഡ് വീണയുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡായിരുന്നു. ED അന്ന് നടത്തിയ പരിശോധന വീണയുമായി ബന്ധപ്പെട്ടുള്ളായിരുന്നു. ED അന്ന് ചോദ്യം ചെയ്തത് വീണയെ മാത്രമായിരുന്നു. അതായത് എക്സാലോജിക് കേസിൽ വീണയെ ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത EDക്കുണ്ടായിരുന്നു. EDയുടെ വിശ്വാസ്യതയെ നമ്മളാരും വിശ്വസിക്കുന്നില്ല എന്ന് തന്നെ വെച്ചോളൂ. പക്ഷേ ED ഒരു കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ നടക്കുന്ന നടപടിയാണ് അതുമായി ബന്ധപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ഇടങ്ങൾ സെർച്ച് ചെയ്യുക എന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. പക്ഷേ അത് പിണറായി വിജയനെയാണ് ED കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ സമരം നടത്തിയത്. സമരം നടത്തുക മാത്രമല്ലല്ലോ ചെയ്തത്, സമരത്തിനിടെ അക്രമങ്ങളുണ്ടായല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞു, റാവു തന്നെ പറഞ്ഞു, ഇത് തിഹാർ ജയിലിൽ പോയി കിടക്കേണ്ട കേസൊന്നുമല്ല. പക്ഷേ ഇത് വളരെ ഗുരുതരമായ കേസാണ്. വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരുടെ അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. PDPP ആക്ട് വരും, പൊതുമുതൽ നശിപ്പിച്ച ആക്ട് വരും. ആ ആക്ട് ഈ കാറ് നശിപ്പിച്ചതിന്, അവരുടെ ഉപകരണങ്ങൾ നശിപ്പിച്ചതിനൊക്കെ കേസുണ്ടാവും. അതൊക്കെ ആ ശിക്ഷയൊക്കെ ഇവർ അനുഭവിക്കണം. എന്തിനു വേണ്ടി? വീണയ്ക്കെതിരെ നടന്ന ഒരു അന്വേഷണത്തിൽ പിണറായി വിജയനെതിരെയാണ് അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ സമരം നടത്തിയത്. അപ്പോൾ ഈ സമരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഏത് സമരവും, സമരത്തെ നമ്മൾ അനുകൂലിക്കാം, പക്ഷേ സമരം എന്തിനു വേണ്ടി എന്നുള്ളതും അവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ സമരം അനാവശ്യമായൊരു സമരമായിരുന്നു. കാരണം ഇത് പിണറായി വിജയനെതിരെ ഉണ്ടായ ഒരു നീക്കമായിരുന്നില്ല, ഒരു രാഷ്ട്രീയമായ നീക്കമായിരുന്നു നമുക്ക് പറയാനാവില്ല. നേരെ മറിച്ച് വീണയ്ക്കെതിരെ അല്ലെങ്കിൽ വീണയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ നടന്ന ഒരു റെയ്ഡാണിത്. അതുകൊണ്ട് തന്നെ ഈ സമരം ഇത്തരത്തിൽ വേണമായിരുന്നു എന്നുള്ളത് പിന്നീട് ഒരു പക്ഷേ ഈ പ്രവർത്തകർ തന്നെ ചിന്തിക്കുന്നുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി അജിൻസ്, അപ്പോൾ ED ഉദ്യോഗസ്ഥരെ ഒന്ന് ആക്രമിച്ച് അവരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്നത് ജീവപര്യന്തം ശിക്ഷിക്കാനും എന്നേക്കുമായി ജയിലടക്കാനും ഒക്കെയുള്ളൊരു വകുപ്പാണോ? ED ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് ജോലിയാണോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അവർ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ED എന്തെങ്കിലും ജോലി ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നത്. അത് കേസാണ്. അവരുടെ കൺവിക്ഷൻ റേറ്റ് എത്രയാണ്? അവരെടുത്ത കേസ് എത്രയാണ് കോടതിയിൽ നിലനിന്നിട്ടുണ്ട്? എത്ര പേര് ശിക്ഷിച്ചിട്ടുണ്ട്? ഇപ്പോൾ P ചിദംബരത്തെ തൂക്കി എടുത്തുകൊണ്ട് പോയി ജയിലിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കേസ് എന്തെങ്കിലും ആയോ? അപ്പോൾ ED ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അവർ ചെയ്യുന്നത് അവർ രാഷ്ട്രീയ ആയുധമാണ് കേന്ദ്ര സർക്കാരിൻ്റെ. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വീണയുടെ കേസിൽ വീണ മാസപ്പടി കൈപ്പറ്റിയോ? അതൊരു ഒരു അഴിമതിയുടെ ആംഗിൾ അന്വേഷണം നടത്തേണ്ട ഒരു കേസാണ്. അഴിമതിയാണ് നടന്നിട്ടുള്ളതെങ്കിൽ. കാരണം SFIയുടെ കുറ്റപത്രം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ പറയുന്നത് കൃത്യമായ സേവനം നൽകാതെ പണം കൈപ്പറ്റി, മുഖ്യമന്ത്രിയുടെ മകളായിരിക്കും അങ്ങനെ പണം കൈപ്പറ്റുന്നതിൽ അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിൻ്റെ ഒരു ആംഗിൾ ഉണ്ട് എന്നാണ് അതിൽ ചൂണ്ടിക്കാട്ടുന്നത്. എങ്കിൽ അഴിമതി കേസാണ് അന്വേഷിക്കേണ്ടത്. CBI അന്വേഷിക്കട്ടെ, അല്ലെങ്കിൽ കേരളത്തിൽ വിജിലൻസ് അന്വേഷിക്കട്ടെ. EDക്ക് ഇതിലെന്താണ് കാര്യം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ.
ഇന്ന് CMR ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. ED ഒരു FIR ഇല്ലാതെയാണ് ഈ റെയ്ഡ് നടത്താൻ തുടങ്ങുന്നത്. അത് ശരിയാണ്. കാരണം EDക്ക് ഒരു കേസിടണമെങ്കിൽ ഏതെങ്കിലും IPC CRPC പ്രകാരമുള്ള ഏതൊരു FIR വേണം. ആ FIR മുകളിലാണ് ED അന്വേഷണം നടത്തേണ്ടത്. ED ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എന്തിന്റെ മുകളിലാണ്? SFIO എന്ന് പറയുന്ന സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഏജൻസി കൊടുത്തിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഏതെങ്കിലും IPC വകുപ്പ് പ്രകാരം വീണ വിജയൻ കുറ്റവാളിയാണ് ആയിരിക്കാം. അതിന്റെ അഴിമതി ആംഗിൾ ഒരു 6 മാസം മുതൽ 3-4-5 വർഷം വരെയൊക്കെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളുണ്ടാകും. പക്ഷെ അതിൽ FIR വേണ്ടേ? ആ FIRന്റെ പുറത്ത് വേണ്ടേ? അതാണ് അവർ ചോദ്യം ചെയ്തത്. അപ്പോൾ അതിൽ ഈ വെള്ളിയാഴ്ച വരെ നടപടികൾ തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. ഇപ്പോൾ വെള്ളിയാഴ്ച ആ വാദത്തിൽ ഹൈക്കോടതി വിധി പറയും. ഒരു പക്ഷേ ED അന്വേഷണം തുറന്നോട്ടെ എന്നായിരിക്കും വിധി. പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ നിലനിൽക്കുകയാണ്. EDക്ക് എന്താണ് ഇത്ര ധൃതി ഇത്തരം കാര്യങ്ങൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ധൃതിയാണ് പ്രശ്നം. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി നേരിടാൻ CPM തീരുമാനിക്കുന്നു. രാഷ്ട്രീയമായി നേരിടാൻ തീരുമാനിക്കുമ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആഹ്വാനം ചെയ്ത പ്രകാരമാണ് അവിടെ ആളുകൾ വന്നത്. അവിടെ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ദരിദ്രരാണ് എന്നൊരു പെർസെപ്ഷൻ ശരിയല്ല. ഇപ്പോൾ IP ബിനു ചീമോട്ട കേസിൽ അദ്ദേഹത്തിൻ്റെ വീടൊന്നും അത്ര മോശം വീടൊന്നുമല്ല. സ്വന്തമായിട്ട് നല്ല വാഹനമൊക്കെ ഉള്ള ആളാണ്. വീട്ടിൽ വലിയ വളർത്തുപട്ടിയുണ്ട്. അത്യാവശ്യം സമ്പന്നനായ ആളാണ്. അദ്ദേഹം ജയിലിൽ കിടക്കും ഇപ്പോൾ വധശ്രമ കേസിൽ. അപ്പോൾ എല്ലാവരും ദരിദ്രരാണെന്നൊരു പെർസെപ്ഷൻ ശരിയല്ല. 1. 2, അത് ഈ CPMന് മാത്രം ബാധകമായ വിഷയമല്ലല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നു. അതിന് ആഹ്വാനം ചെയ്ത VD സതീശൻ്റെ വീടാണോ അടികൊണ്ട് തലപൊട്ടി AD തോമസിന്റെ വീട്? വ്യത്യാസമുണ്ടോ? സ്വാഭാവികമാണ്. അത് CPMന് മാത്രം ബാധകമായ ഒരു നിയമമാണ്. നേതാക്കളൊക്കെ ദരിദ്രരായിരിക്കണം, അണികൾ സമ്പന്നരായിക്കോട്ടെ. അങ്ങനെയുണ്ടോ? അപ്പോൾ ഇത് ഈ സന്ദേശം സിനിമയിലൂടെ ശ്രീനിവാസൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണത്. ആ മൈൻഡ് സെറ്റ് കേരളത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. കുറഞ്ഞ പക്ഷം കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ ബോധമുള്ള ആളുകളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പറയുന്നത് EDയെ ഇന്ത്യയിൽ എവിടെയും രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്നുള്ള ഇന്ത്യൻ പൗരന്മാരുടെ ബാധ്യതയായ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനർത്ഥം ED ഉദ്യോഗസ്ഥരെയൊക്കെ ആക്രമിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തുക. ആ സമരരീതി എങ്ങനെയാണെന്നുള്ളത് അത് പാർട്ടികൾക്കും അത് വ്യക്തികൾക്കും തീരുമാനിക്കാം. ആ രാഷ്ട്രീയ പ്രതിരോധം അനിവാര്യമായ സമയമാണ്. ശരി. എന്തായാലും ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന്റെ പേരിൽ പ്രതികൾക്ക് തിഹാർ ജയിലിലൊക്കെ കിടക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്നത് വെറും കോമഡിയാണെന്ന് പറയേണ്ടി വരും. പിന്നെ പാവപ്പെട്ടവർക്കൊന്നും രാഷ്ട്രീയം പാടില്ല, അല്ലെങ്കിൽ പ്രതിഷേധത്തിന് ഇറങ്ങരുത്, പാർട്ടി പരിപാടികൾക്ക് പോകരുതെന്ന് പറയുന്നത് തീർത്തും അരാഷ്ട്രീയമായ ഒരു പ്രസ്താവനയാണ്.